ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒരുപാട് ആളുകൾ എന്നോട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതിൻ്റെ ഒരു റിപ്ലൈ എന്നുള്ള പോലെയാണ് ഇന്നത്തെ വീഡിയോ. അതായത് എക്സ്ട്രാ ഫൂട്ടുകൾ നമ്മൾ നോർമൽ മെഷീനും ഹൈ സ്പീഡിനും ഒക്കെ കിട്ടുമെന്ന് ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട്. അപ്പോൾ അത് ഞാൻ മെഷീൻ വാങ്ങിയ ഷോപ്പിൽ നിന്ന് ഇതിൻ്റെയൊക്കെ ഫൂട്ടുകൾ വാങ്ങിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ് കേട്ടോ. അത് എനിക്ക് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ അവർ തന്നതായിരുന്നു. അപ്പോൾ ഇതാ നമുക്ക് നമ്മുടെ നോർമൽ മെഷീനും നോർമൽ മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചവിട്ടി തയ്ക്കുന്ന മെഷീനില്ലേ, ആ മെഷീനും ഹൈ സ്പീഡ് ജുക്കി ജാക്ക് പോലുള്ള അംബ്രല മെഷീൻ എന്നൊക്കെ പറയുന്നില്ലേ, അതിനൊക്കെ പറ്റുന്ന രണ്ട് ടൈപ്പിലുള്ള മെഷീനും പറ്റുന്ന ഫൂട്ടുകളാണ് ഇത്. ഇപ്പം ഞാൻ കയ്യിലെടുത്തിട്ടുള്ളത് നമ്മുടെ നോർമൽ മെഷീൻ, നമ്മൾ ചവിട്ടി തയ്ക്കുന്ന മെഷീന്. അതിന് മോട്ടോർ വെച്ചിട്ട് തയ്ക്കുന്നവരും ഉണ്ടാവും. അപ്പം അത് ഏറ്റവും ബേസിക് മെഷീനാണല്ലോ, അതിൻ്റെ ഫൂട്ടാണിത്. ഇത് റോൾ ഹെമ്മിങ് ചെയ്യുന്ന ഫൂട്ടാണ്. പക്ഷേ ഇതിൽ നമ്മൾ നമ്മുടെ ഫാഷൻ മേക്കറിൽ നമ്മൾ സിഗ്സാഗ് സ്റ്റിച്ചിൽ ചെയ്യാൻ പറ്റും, പക്ഷേ ഇതിൽ നോർമൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മാത്രം. ആ സെയിം മെഷീൻ്റെ തന്നെ പൈപ്പിംഗ് ചെയ്യാനും സിബ് അറ്റാച്ച് ചെയ്യാനും ഒക്കെയുള്ള ഫൂട്ടാണിത്. നമ്മുടെ ഉഷാ ജനാമിൻ്റെ കുറേ ഫൂട്ടുകൾ പരിചയപ്പെടുത്തി തന്ന സമയത്താണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഇതുണ്ട് എന്ന് പലരും പല ഷോപ്പിലും ചോദിച്ചിട്ട് കിട്ടിയില്ല, അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിത് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ലെഫ്റ്റും റൈറ്റും ഫൂട്ടുകൾ കിട്ടും. നമ്മൾ വൺ സൈഡ് സിബ് തയ്ക്കുമ്പോൾ അല്ലെങ്കിൽ പൈപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു സൈഡിൽ നിന്ന് ചെയ്ത് തിരിച്ചിങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ ഫൂട്ട് അങ്ങോട്ട് മാറ്റി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് മൂന്നുമാണ് നോർമൽ മെഷീന് കിട്ടുന്നത്. നോർമൽ മെഷീനിൽ ഹൈ സ്പീഡ് അല്ലാത്ത ജുക്കി ജാക്ക് പോലത്തെ അല്ലാത്തതിനാണ് ഈ ചെറുത് കേട്ടോ. മറ്റേ ജുക്കി ജാക്ക് ഹൈ സ്പീഡ് എന്താ പറയുക അംബ്രല്ല മെഷീനുകളില്ലേ, അതിനൊക്കെയാണ് ഈ ഫൂട്ട്. ഇത് കണ്ട സൈസ് കൂടുതലാണല്ലോ മെഷീന്, മറ്റത് കുറച്ച് ഹെവിയാണ്, അതേപോലെ ഈ ഫൂട്ടും ഹെവിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ റേറ്റ് എത്രയാണ് എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിടാം. അതേപോലെ ഞാനിത് വാങ്ങിയിട്ടുള്ള ഷോപ്പുകാരനുണ്ടല്ലോ, അയാൾ പറഞ്ഞു ആവശ്യക്കാർക്ക് അവർ കൊറിയർ അയച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് അയാളുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. രവി എന്നാണ് അയാളുടെ പേര്. ഇതിലിതാ നമ്മൾ ഇത് റോളിങ് ചെയ്യുന്ന ഫൂട്ടാണ്. പലരും റോളിങ് ചെയ്തിട്ട് ശരിയാവുന്നില്ല എന്ന് പറയുന്നത് അത് ഇതുപോലെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇട്ടിട്ടാണ് കേട്ടോ. അങ്ങനെയല്ല, ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ആ ഫൂട്ട് നമ്മൾ കയ്യിലെടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ഉള്ളിൽ അങ്ങനെ വെച്ചാലേ അത് നിൽക്കുള്ളൂ, തുണി നിൽക്കുള്ളൂ. അപ്പോൾ ഇതിനും പറഞ്ഞ പോലെ നമ്മൾ എന്താ പറയുക, ഇലക്ട്രിക് മെഷീനിൽ ചെയ്യുമ്പോൾ നമുക്ക് സിഗ്സാഗ് സ്റ്റിച്ചിലാണ് റോളിങ് ചെയ്യാൻ കഴിയും. മറ്റേതിലും നോർമൽ സ്റ്റിച്ചിലും ചെയ്യാൻ പറ്റും. ഇതിൽ സിഗ്സാഗ് കിട്ടില്ല എന്നേ ഉള്ളൂ. ഇതിൻ്റെ ഈ ഹൈ സ്പീഡ് ജുക്കി ജാക്ക് പോലുള്ളതിൻ്റെ പൈപ്പിംഗ് ഫൂട്ടാണ്. ഇതിനും ലെഫ്റ്റ് റൈറ്റ് ഫൂട്ടുകളുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് ലെങ്ത്തിലൊക്കെ സാരിക്കൊക്കെ പൈപ്പിംഗ് കൊടുക്കുന്ന സമയത്ത് നല്ലോണം കുറേ നേരം ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ ഫൂട്ട് ഇട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. മനസ്സിലായില്ലേ? അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ വാട്സപ്പ് ക്ലാസ് പുതിയ ബാച്ച് 11-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ്. ആരെങ്കിലും പേര് തന്നവരെ ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണം. കാരണം നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇൻ കേസ് വിട്ടു പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പറയാൻ കേട്ടോ. ചാനൽ കാണുന്നവർ, ജോയിൻ ചെയ്യാൻ പേരൊക്കെ തന്നവർ സ്ഥിരമായിട്ട് കാണുന്നവരാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മറവിയോ അല്ലെങ്കിൽ അബദ്ധങ്ങളൊക്കെ എല്ലാവർക്കും പറ്റുമല്ലോ, അപ്പം അതുകൊണ്ട് പറയാം കേട്ടോ. നമ്പർ രണ്ടും, അതായത് ഈ ഫൂട്ട് വേണ്ട മെഷീൻ ഷോപ്പുകാരൻ്റെ രവി എന്നാണ് അയാളുടെ പേര്, അയാളുടെ നമ്പറും എൻ്റെ വാട്സപ്പ് ക്ലാസ്സിൻ്റെ നമ്പറും ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഫൂട്ട് ഇടുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എൻ്റെ മെഷീനിൽ ഞാൻ കാണിച്ചു തരാം. എൻ്റെ മെഷീനിൽ എന്ന് വെച്ചാൽ മെഷീൻ വെച്ചിട്ട് കാണിക്കുകയാണ്. മറ്റേ മെഷീൻ എൻ്റെ കയ്യില്ലാത്തതുകൊണ്ട് അതിൽ വെച്ച് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാ മെഷീനും ഇത് ഫൂട്ട് ഇടാൻ വേണ്ടിയിട്ട് ഇതേപോലെ സ്ക്രൂ ഉണ്ടാവും. സ്ക്രൂ ഇങ്ങനെ നമ്മൾ അയച്ചിട്ടാണ് എക്സ്ട്രാ നമുക്കുള്ള ഫൂട്ടുകൾ നമ്മളവിടെ കൊടുക്കേണ്ടത്. കണ്ട അതങ്ങനെ കറക്റ്റിൽ നിങ്ങളുടെ മെഷീൻ ഏതാണോ അതിൻ്റെ ഫൂട്ട് തന്നെ ചോദിച്ച് വാങ്ങിയാൽ ഇങ്ങനെ ആ കറക്റ്റിൽ നിന്ന് നമുക്ക് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടാവും. എന്നിട്ട് അത് ഫൂട്ട് അതിൽ വെച്ച ശേഷം ഈ സ്ക്രൂ ടൈറ്റാക്കി കൊടുക്കുക. ടൈറ്റാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തുണിയൊക്കെ വെച്ച് തയ്ക്കുന്നതിന് മുമ്പ് ഒന്ന് വെറുതെ തയ്ച്ച് നോക്കണം കേട്ടോ. കാരണം അത് ടൈറ്റായിട്ടില്ലെങ്കിൽ സൂചി അത് ഇളകി പോരുമ്പോൾ സൂചി അടിക്കുമ്പോൾ ജസ്റ്റ് തട്ടി സൂചി പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് ജസ്റ്റ് നോക്കണം, കൈകൊണ്ടൊന്ന് കറക്കി നോക്കണം.
ഇനി പൈപ്പിംഗ് ചെയ്യാൻ ഇതിന് ഞാൻ ഇട്ട ഫൂട്ട് കണ്ടില്ല, ഇതിൻ്റെ ഉള്ളിൽ പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ടുണ്ട്. വേണ്ട, ഈ എൻഡിൽ ഏറ്റവും അടുത്തിട്ട് വൺ സൈഡായിട്ട് ഈ ഫൂട്ട് ആയതുകൊണ്ടാണ് ഏറ്റവും അടുത്ത ത്രെഡ് മാത്രമല്ലേ വരുന്നുള്ളൂ, അത്രയും ഫിനിഷിങ്ങിൽ കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ആവശ്യക്കാർ പിന്നെ നിങ്ങൾക്ക് പരിസരത്തുള്ള ഷോപ്പുകളിൽ അന്വേഷിക്കുക. പലരും പറയുന്നുണ്ട് ആ ഷോപ്പുകാർ പറയുന്ന അങ്ങനെ ഒരു ഫൂട്ടില്ല, ഒറ്റ ഫൂട്ട് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇത് സംഘടിപ്പിച്ച് നിങ്ങൾക്ക് വീഡിയോ കാണിക്കുന്നത് കേട്ടോ. കണ്ടില്ല, ഇങ്ങനെ അങ്ങോട്ട് ചെയ്യാനേ ഉള്ളൂ. വേണ്ടവർ അയാളെ ഞാൻ തന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ പിന്നെ എന്താ പറയുക, ഷിപ്പിംഗ് ചാർജ് കൂടി കൊടുത്താൽ എത്തിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോന്നിൻ്റെയും ഞാൻ പിന്നെ പ്രൈസ് അതിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. ഇതിൻ്റെ തന്നെ മറ്റേ സൈഡിലേക്ക് ഇടുന്ന ഫൂട്ടാണ്. സൈഡ് മാറ്റുന്ന പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ? ഒരു സൈഡിൽ നിന്ന് നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ തിരിച്ച് മറ്റേ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഫൂട്ട് മാറ്റിയാലാണ് കുറേ സൗകര്യമായിട്ട് വരിക. ഇത് നമ്മുടെ ആ ഹൈ സ്പീഡിൻ്റെ ജുക്കീൻ്റെ ഒക്കെ ഫൂട്ട്. അതിൻ്റെയൊക്കെ തന്നെ വ്യത്യാസമുണ്ട് കേട്ടോ, നല്ല വ്യത്യാസമുണ്ട് മെറ്റീരിയലും. മറ്റത് കുറച്ച് ഹെവി ആയിട്ട് തന്നെയാണ്. ജുക്കി ജാക്ക് പോലുള്ള ഹൈ സ്പീഡിൻ്റെ ഒക്കെ ഒരു ഹെവിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയവർ തങ്ങളെപ്പോലുള്ളവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ കാണാം. ബൈ, അസ്സലാമു അലൈക്കും.